ഇപ്പോൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. നിലമ്പൂരിൽ പന്നിക്കണിയിൽ ഏറ്റ് മരണമടഞ്ഞ അനന്തുവിൻ്റെ വീട്ടിലേക്ക് മന്ത്രി എ.കെ. ശശീന്ദ്രൻ എത്തുന്നു. വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ് അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ വീട്ടിലിപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ എത്തി സന്ദർശനം നടത്തുകയാണ്. വനമന്ത്രിയുടെ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനയും ഇന്ന് അത് തിരുത്തി പറഞ്ഞതുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയും വിവാദവുമായിരിക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധമൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വനമന്ത്രിയുടെ സന്ദർശനം അനന്തുവിൻ്റെ വീട്ടിലേക്ക് എന്നുള്ളതാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനൽക്കയാണ് നമുക്കൊപ്പം ചേരുന്നത്. അനൽക്ക, ഏത് രീതിയിലാണ് മന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുന്നത്? സ്വാതി, ഏറെ അതായത് വനം വകുപ്പ് മന്ത്രി അനന്തിന്റെ വീട്ടിലെത്തുന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം വഴിക്കടയിലെ വീട്ടിലെത്തി നേരിട്ട് മാതാപിതാക്കളെ സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എ.കെ. ശശീന്ദ്രൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതായത് ഇത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം ആരോപിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കും. ഇതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവടക്കം ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വനം വകുപ്പ് മന്ത്രിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷോക്കേറ്റ് സംഭവത്തിൽ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന വാദത്തിൽ അദ്ദേഹം മലക്കം മറിയുകയും ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പ്രദേശങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് മാത്രമാണ് സംശയിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ അനന്തുവിന്റെ വീട് സന്ദർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധ സാധ്യത ഉണ്ടാകുമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ മറ്റ് ഇവിടുത്തെ സിപിഎമ്മിന്റെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം വഴിക്കടയിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ അനന്തുവിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം ഇതിനുശേഷം മാധ്യമങ്ങൾ കണ്ട സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഈ എ.കെ. ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവനക്കകത്ത് മുഖ്യമന്ത്രിക്ക് അധിപത്യം ഉണ്ടായിരുന്ന വാർത്തകളും ഇതിനിടയിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് എ.കെ. ശശീന്ദ്രനെ വിളിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എ.കെ. ശശീന്ദ്രന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിനിടയിലാണ് ഈ അദ്ദേഹത്തിന്റെ ഈ അനന്തുവിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം. അതാണ് ഇതിലേറെ ശ്രദ്ധേയകരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ വനം വകുപ്പിന്റെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ KCBയുടെ ഓഫീസിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിഷയം നിലമ്പൂരിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുതന്നെ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശനത്തിന് ശേഷം അനന്തുവിന്റെ മാതാപിതാക്കളെ കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി, വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണിപ്പോൾ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തുന്നത്. മന്ത്രിയുടെ പ്രസ്താവന വലിയ തരത്തിൽ വിവാദമാകുകയും അതിന് പിന്നാലെ ടേൺ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മന്ത്രി മരണത്തിലല്ല പ്രതിഷേധത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനയിൽ ഉദ്ദേശിച്ചത് എന്നാണ് മന്ത്രി ഇന്ന് വിശദീകരിച്ചത്. UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF ഇന്ന് മാർച്ച് നടത്തുകയും ചെയ്തു. KCB ഓഫീസിലേക്ക് UDFും പ്രതിഷേധ മാർച്ച് നടത്തി. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDF വലിയ തരത്തിൽ പ്രതിഷേധവും നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ്
അനന്തുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. വനമന്ത്രി ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വനം മന്ത്രി എത്തിയിരിക്കുന്നത്. അനന്തു വിജയ് എന്നുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനി 15-കാരന്റെ ഷോക്കേറ്റുള്ള മരണം ബോധപൂർവമോ എന്ന് ഇന്നലെ മന്ത്രി പ്രസ്താവന നടത്തിയത്. അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിലായിരുന്നു ഇന്ന് മന്ത്രി തിരുത്തി അല്ലെങ്കിൽ മലക്കം മറിച്ചിൽ യു ടേൺ എടുത്തത്. രാഷ്ട്രീയ അവസരം ഉണ്ടാക്കിയതാണോ എന്ന് ഇന്നലെ സംശയം പ്രകടിപ്പിച്ച വനമന്ത്രി ഇന്ന് രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്ക് മാത്രമായി ഗൂഢാലോചന ആരോപണം ചുരുക്കുകയാണ് ചെയ്തത്. മരണത്തിലെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രതിപക്ഷം വെല്ലുവിളിച്ചതോടെയാണ് ശശീന്ദ്രൻ നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രിക്ക് വിവാദത്തിൽ അതൃപ്തി എന്ന വാർത്ത ഇന്ന് ശശീന്ദ്രൻ നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യപ്രതി വിനീഷ് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ള ആരോപണം മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ ഇന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയും ചെയ്തു.